ആന്റണി രാജു അയോഗ്യനായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കാൻ സാധ്യത. വിജയസാധ്യത മുന്നിൽ കണ്ടാണ് ഈ തീരുമാനം. പൊതുസ്വതന്ത്രരെ CPM ടിക്കറ്റിൽ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചും പാർട്ടിയിൽ ആലോചനയുണ്ട്. 2006 VS അച്യുതാനന്ദൻ CPM-ലും കേരള രാഷ്ട്രീയത്തിലും കത്തിക്കയറി നിന്ന കാലം. കേരള കോൺഗ്രസ് ജോസഫിന് ഇടതുമുന്നണി നൽകിയ തിരുവനന്തപുരം സീറ്റിൽ മത്സരിക്കാനിറങ്ങിയത് ആന്റണി രാജു. എന്നാൽ തൊണ്ടിമുതൽ കേസിൽ പ്രതിപട്ടികയിലുള്ള ആന്റണി രാജുവിനെ മത്സരിപ്പിക്കാനാകില്ല എന്ന് VS കട്ടായം പറഞ്ഞു. ആന്റണി രാജുവിന് പകരം V സുരേന്ദ്രൻപിള്ള മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി. VS ഉയർത്തിയ ഇടത് നിലപാട് ചർച്ചയായി, പ്രശംസിക്കപ്പെട്ടു. എന്നാൽ VSന്റെ പ്രഭാവം മങ്ങിയതും ഇതേ CPM-ന്റെ പിണറായി വിജയന്റെ ആശീർവാദത്തോടെ ആന്റണി രാജു മത്സരിച്ചതും മന്ത്രിയായതും മറ്റൊരു ഇടതു ചരിത്രം. അതേ ആന്റണി രാജുവിന്റെ തിരുവനന്തപുരം സീറ്റ് തിരിച്ചു വാങ്ങാനാണ് CPM തീരുമാനം. ലത്തീൻ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ ആ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ മത്സരിപ്പിച്ചാൽ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ആർക്കും കുത്തക അവകാശപ്പെടാനില്ലാത്ത സീറ്റാണ് തിരുവനന്തപുരം. ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള മണ്ഡലം. LDF തകർന്നടിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ മികച്ച മുന്നേറ്റം CPM-ന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. M വിജയകുമാർ, TN സീമ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് CPM പരിഗണിക്കുന്നത്. സാംസ്കാരിക നായകരും റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥരും പട്ടികയിലുണ്ട്. സാമുദായിക സമവാക്യം കൂടി പരിഗണിച്ച ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. ആന്റണി രാജുവിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസിന് ആകെയുണ്ടായിരുന്ന സീറ്റ് ഏറ്റെടുത്താൽ പകരം അവർക്ക് ഏത് സീറ്റ് നൽകുമെന്നതും ആശയക്കുഴപ്പമാണ്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.